ഒരു 500 വർഷം പഴക്കമുണ്ട്. ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ 1000 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഊരാണ് ഇവിടെ ഒരേ സമയം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ജെട്ടിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. ഇവിടെ ചെയ്തിരിക്കുന്ന കലാവിരുദ്ധകളൊക്കെ കണ്ടില്ലേ, ഇത് ഗംഭീരമായിരിക്കുന്നു. ഹായ് സുഹൃത്തുക്കളെ, ഇന്നുള്ളത് ഞാൻ ബേപ്പൂരാണ്. ബേപ്പൂര് വരാനുള്ള കാര്യം, ബേപ്പൂർ ഇതിന് മുന്നേ എക്സ്പ്ലോർ ചെയ്തതാണ്. ബേപ്പൂർ വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു സുഹൃത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ മെയിൻ ബിസിനസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരു ഉണ്ടാക്കിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക. അപ്പോൾ ഇവിടെ വന്ന് ഇവിടുന്ന് അവർ ബോട്ട് കയറി ഒരു ദ്വീപിലേക്ക് പോകണം. ഒരു മലയാളി ഒരു ദ്വീപിലായിട്ട് കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഉരു നിർമ്മാണത്തിൽ വർഷങ്ങളായി ചെയ്യുന്നുണ്ട്. അത് കയറ്റി അയക്കുന്ന പരിപാടിയാണ്, ഉണ്ടാക്കി കയറ്റി അയക്കുന്ന പരിപാടിയാണ്. ഈ ഉരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു തനതായ ഒരു പൈതൃകമായി കിട്ടിയിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ്, തൊഴിലല്ല, ഒരു കലാവിരുദ്ധാണ്. അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, 1000 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുന്നത്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അറേബ്യൻ നാടുമായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ചെറിയൊരു ബോട്ട്, ഒരു സംവിധാനമാണ്. അതെന്താണെന്ന് കാണാം. മരം കൊണ്ടാണത് ഉണ്ടാക്കുക. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സുഹൃത്തുക്കളെ വെയിറ്റ് ചെയ്യണേ. അവർ വന്നു കഴിഞ്ഞിട്ട് ബോട്ട് കയറിയിട്ട് അവിടെ പോയി ഇറങ്ങണം. അവിടെ പോയി ഇറങ്ങിയിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് വിശദമായി കാണണം. സുഹൃത്തുക്കളെ, അപ്പോൾ ഞങ്ങൾ ബോട്ട് കയറാൻ പോവുകയാണ്. ബോട്ട് കയറിയിട്ട് ഒരു ദ്വീപിലേക്കാണ് പോകുന്നത്. ദ്വീപിലാണ് ഇവരെ പ്രവൃത്തിയൊക്കെ നടക്കുന്നത്, ഒരു നിർമ്മാണം നടക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ ചെറിയ ബോട്ട് വന്ന് ഇരിപ്പുണ്ട് ഇവിടെ. ഇതാണ് ബോട്ട് ചെട്ടി. ഇതാണ് ചേട്ടാ. ഇതാണ് വിജീഷ, ഉടമസ്ഥൻ, മുതലാളി, ബോസിലെ. ഓക്കെ, എൻ്റെ പേര് സുധേഷ്. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളിതപ്പോൾ ആ ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഉടമസ്ഥൻ്റെ മകനാണ്. ഇപ്പുറത്തുള്ള വിജീഷ് എൻ്റെ സുഹൃത്താണ്. അടിപൊളി ട്രിപ്പാട്ടോ. നല്ല ആരെയും മോഹിപ്പിക്കുന്ന ഒരു യാത്രയായിരിക്കും അത് എന്ന് എനിക്ക് തോന്നുന്നു. സൂപ്പർ, അടിപൊളി. ഇത് ഇവിടുത്തെ ജങ്കാർ സർവീസാണ്. ഇവിടെ നമ്മൾ ബേപ്പൂരിനെയും ചാലിയത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സർവീസാണ് കേട്ടോ. ഇവിടെ ചാലിയത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രകൃതി ആയിട്ടാണെങ്കിൽ ചേർന്നുള്ള ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. ബേർഡ് സാങ്ച്വറി ഉണ്ട് ഇവിടെ. വേറൊരു പുലിമുട്ടുണ്ട് ഇവിടെ. കൊറ്റിയിരിക്കുന്നുണ്ടല്ലേ, അതിമനോഹരമായിരിക്കുന്നു. ആ ജെട്ടിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ബോട്ടിൻ്റെ ഡ്രൈവർ. മാനേജർ കയറാനുണ്ട്. അപ്പം മാനേജർ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ അടുപ്പിച്ചതാണ്. ബേപ്പൂരിൻ്റെ ദൃശ്യങ്ങൾ ഇതാ ചാലിയം ഭാഗത്ത് നിന്ന് ബേപ്പൂർ ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് കേട്ടോ. എൻ്റെ അടുത്ത ദൃശ്യങ്ങൾ ഒന്ന് സൂം ചെയ്തപ്പോൾ കണ്ട ദൃശ്യങ്ങളായിട്ടല്ലേ. അവിടെ പോർട്ട് ഓഫീസ് ഉണ്ട്, ലക്ഷദ്വീപിലേക്കുള്ള ഓഫീസുകളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പോവുകയാണ്. മാനേജർ കയറി. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ പോകാട്ടോ മുന്നോട്ട്. അതാണ് മാനേജർ. ഗംഭീരമായിരിക്കുമല്ലേ, അടിപൊളിയായിരിക്കുന്നു. അടിപൊളിയായിട്ട് ആ ബോട്ട് കൺട്രോൾ ചെയ്യുന്നു. ഞങ്ങളൊരു ദ്വീപിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദ്വീപിലാണ് ഇതിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഹാർബർ, മീൻപിടി ഇത് അവിടെ വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ട്. ബോട്ട് സ്ലോ ആക്കി ഞങ്ങളിതാ തീരത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഉരുവിന്റെ. ഇതൊരു ചെറിയൊരു ദ്വീപാണ്.
ഞങ്ങൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ദ്വീപിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷെഡിനുള്ളിൽ ഇതാണ് സുഹൃത്തുക്കളെ ഒരു നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഉരുവാണ് ഇവിടെ ഒരേ സമയം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പണി തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് പോയി കാണണം. അതിഗംഭീരമായിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഉരുണ്ടാക്കുന്നത് കാണുന്നത്. 2 ഉരു കണ്ടില്ലേ എൻ്റെ ബാക്കിൽ? 2 ഉരുവാണ് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക ഞാൻ ഇത് വളരെ ചെറുപ്പത്തിൽ എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹമുള്ളത് ഇതായിരുന്നു. ഞാൻ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ ഏത് ഹോട്ടലിൻ്റെ മുന്നിലും ഏത് കടേൻ്റെ മുന്നിലും ഏത് വീടുകളിലൊക്കെ ഇത് കാണാം. ഇതിൻ്റെ ചെറിയ രൂപങ്ങൾ, മിനിയേച്ചർ ഇത് കാണാം. ഇതിൻ്റെ ചെറിയ രൂപങ്ങൾ എല്ലാ വീടുകളിലും കാണാം. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ജീവിതത്തിൽ കാണുന്നത്. ഇത് ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് ഈ ഒരു നിർമ്മാണ പ്രവൃത്തിക്ക്. ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് ഈ ഒരു ടെക്നോളജി. ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാം. ടീ ബ്രേക്ക് കഴിഞ്ഞ് ഇവരെല്ലാവരും ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവരെ കൂടെ ഒന്ന് കോണിയിലൂടെ കയറിയിട്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കയറി കേട്ടോ. അടിപൊളി. ഒന്നിൻ്റെ പണി ഏകദേശം കഴിയാറായെന്ന് പറഞ്ഞത്. ഇനി മറ്റൊന്നിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. 2 പണി ഒരുമിച്ച് നടക്കുന്നത് കേട്ടോ. പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്തുള്ളതിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണതാ. ഇപ്പുറത്തുള്ളതിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. ഇവിടെ ചെയ്തിരിക്കുന്ന കലാവിരുദ്ധകളൊക്കെ കണ്ടില്ലേ, ഇത് ഗംഭീരമായിരിക്കുന്നു. എല്ലാവരും ടീ ബ്രേക്കിന് ശേഷം ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം എങ്ങനെയുണ്ട്? ഇതായിരിക്കും അതിൻ്റെ ബാൽക്കണി. ഇതാണ് ബാൽക്കണി. ബോട്ട് ഈ ഒരു മുന്നിൽ ഇതാ നോക്കാനുള്ള ഇതാണ് ഇവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ നമുക്ക് ബേപ്പൂര് പോർട്ട് ഇതെല്ലാം കാണാം. നല്ല സുഗന്ധമുണ്ട്, തേക്കിൻ്റെ സുഗന്ധം. എവിടെ നോക്കിയാലും തേക്കിൻ്റെ സ്മെല്ലാണ് ഉള്ളത്. ഇതിൻ്റെ ബാൽക്കണി നട്ടെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാൽക്കണി അവിടെ പണിയായുധങ്ങൾ കിടപ്പുണ്ട്, ഉളികളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കണം എന്നാണ് അവർ പറഞ്ഞത്. കാൽക്കൊന്നും മുറിവിലേൽക്കാതെ എല്ലാം ക്യാമറ പകർത്തിക്കോളൂ. നല്ല സഹകരണമാണ് ഇവരുടെ അടുത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് രസമാണെന്നറിയാം, എന്ത് ഭംഗിയാണെന്നറിയാം ഇത് കാണാൻ. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിച്ച് അതൊന്ന് കാണുന്നില്ല. ഉരു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഒരു വികാരമാണ് കോഴിക്കോടിൻ്റെ. പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കേണ്ട അവിടെ. അതിൻ്റെ താഴെ ഭാഗമാണ് അണ്ടർഗ്രൗണ്ട്. ഉള്ള ഭാഗം അതിഗംഭീരമായിരിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം ഒരു വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാണിത്, ഒരു ടെക്നോളജിയാണിത്. രസമുണ്ട്, അടിപൊളി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ താഴോട്ട് ഇറങ്ങാനുള്ള ഇതിന് അറയുണ്ട്, സൂക്ഷിക്കാണ്ട് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള അറയാണിത്. ഇത് താഴെ ഇറങ്ങി കേട്ടോ, താഴത്തേക്ക് ഇറങ്ങി നോക്കാം. താഴേക്ക് ഇറങ്ങുകയാണ്. താഴെ ഇറങ്ങിയിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്, ഇതിൻ്റെ അറയുണ്ട്. ഈ അറയിലേക്കാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് താഴെ കൂടെ ഇറങ്ങി വന്ന് ഇവിടെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചേട്ടന്മാരൊക്കെ പണിയെടുക്കുന്നുണ്ട്. ഇത് ഗംഭീരം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വർക്കുകളൊക്കെ പറഞ്ഞാൽ ആരെയും അതിശയിപ്പിക്കുന്നതാണ്.
ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് കരസ്ഥമായിരിക്കുന്ന ടെക്നോളജിയാണത്. മരങ്ങളൊക്കെ കണ്ടല്ല ഉരുട്ടിയെടുത്തിരിക്കുന്നത്, ഇതൊക്കെ തേക്കാണിത്. ഇതിനുള്ളിൽ വെളിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഈ ക്യാമറേൻ്റെ ലൈറ്റ് ഉപയോഗിച്ച് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇതിൻ്റെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടെക്നോളജിയാണ് ഇത്. ഒരു വർഷങ്ങളായിട്ട് കൈമുതായി കിട്ടിയിരിക്കുന്നതാണല്ലേ ഓരോ മരങ്ങളൊക്കെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ വളച്ചിട്ട് ആർച്ചും രീതിയിലും അതിൻ്റെ കർവൊക്കെ ഉണ്ടല്ലേ, ഗംഭീരമായിരിക്കുന്നു. കുറേ കാലമായി ജോലി ചെയ്യുന്നവിടെ? ഗംഭീരം. മുകളിലേക്ക് കയറി കേട്ടോ, തിരിച്ച് മുകളിലേക്ക് കയറിയാണ്. മുകളിലേക്ക് കയറി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കേട്ടോ. ഇതിനുള്ളിൽ ഇങ്ങനത്തെ അത് ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിച്ച ഒരാഗ്രഹം ഇന്ന് സഫലീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് സൂപ്പർ, അടിപൊളി. വിജീഷ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് കേട്ടോ. വിജീഷ് ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇത് ഗംഭീരമായിരിക്കും കേട്ടോ. അതായത് ഇതിൻ്റെ നിർമ്മാണം നിങ്ങൾ ശരിക്കും ഡയറക്റ്റായിട്ട് വന്ന് കാണേണ്ടതാണ്, നേരിട്ട് വന്ന് കാണേണ്ടതാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ പഴയ ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഒരു കൈമുതലാണിത്. ഈ ഉരു എന്ന് പറഞ്ഞാൽ മലബാറിനല്ലേ, കോഴിക്കോട്ടെ കേരളത്തിൻ്റെ ഒക്കെ ഒരു വികാരമാണ് ശരിക്കും. ഇവിടെ ഭയങ്കര സ്മെല്ലാണ് കംപ്ലീറ്റ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തേക്ക് മരം ഇങ്ങനെ നമുക്ക് ഡ്രില്ല് ചെയ്യുമ്പോഴും അതിങ്ങനെ പിന്നെ അതിൻ്റെ മുകളിലുള്ള ചിപ്പിൽ വന്നുമ്പോഴൊക്കെയുള്ള ആ സ്മെല്ലുണ്ടല്ലോ, ഭയങ്കര സ്മെല്ല്, നല്ലൊരു സുഗന്ധം തേക്കിൻ്റെ. ആദ്യകാലങ്ങളിൽ ഇത് പിന്നെ ചെമ്പോ അങ്ങനത്തെ ഇതിൻ്റെ ഇരുമ്പൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. ഇപ്പോൾ നെട്ടും ബോൾട്ടോ കാണുന്നുണ്ട് ഇരുമ്പിൻ്റെ. പിന്നെ ആധുനിക പണിയായുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. ആദ്യകാലത്ത് അതായത് 100 കണക്കിന് വർഷങ്ങൾക്ക് മുന്നത് എങ്ങനെയാണ് ചെയ്തതെന്ന് ഇപ്പം ഞാൻ ചിന്തിച്ച് നോക്കായിരുന്നു. അന്നേരം 4 വർഷം ടൈം എടുക്കായിരുന്നു അല്ലേ ഒരു ഉരുണ്ടാക്കാൻ. ഇപ്പോൾ 1.5 വർഷം ടൈം എടുക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതാണ് ഗൂഗിൾ ദർശന ഈ ഉരുണ്ടാക്കുന്നതിൻ്റെ മേസ്ത്രി അല്ലേ? അതെ. ഗൂഗിൾ ദർശന കുറേ കാലം ഇവിടെ ജോലി ചെയ്യുന്നത്. ഞാൻ എനിക്ക് അറിയേണ്ട ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഉരുണ്ടാക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനം ഉണ്ടല്ലോ, എത്ര നൂറ്റാണ്ടുകൾ മുന്നേ തുടങ്ങിയത്? ഇതൊരു ഞങ്ങളുടെ തലമുറ ഒരു 50 തലമുറ ഉണ്ട്, ഒരു 500 വർഷം പഴക്കമുണ്ട്. ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ 1000 കാണിക്കുന്നുണ്ട്. അതിന് മുന്നേകളൊന്നും അറിയില്ല. അതെന്താ അതെന്തിനായിരുന്നു നിങ്ങൾ തുടങ്ങിയത്? ആദ്യകാലത്ത് തുടങ്ങിയത് ഇത് അറബികൾക്ക് മറ്റേ ചരക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, സ്പൈസസ് ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. ഇപ്പം നമ്മളെ ഈ ഇവിടെ കേരളത്തിൽ ഈ ഇവിടെ അല്ലാതെ വേറെ എവിടെ നിർമ്മിക്കേണ്ടത്? ഇപ്പം ഇവിടെ ബേപ്പൂരിൽ ഒന്നും കൂടെ ഉണ്ട്. ഇവിടെ ബേപ്പൂർ കോഴിക്കോട് മാത്രമേ ഉള്ളൂ, വേറെ അവിടെ ഇല്ല. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരും ഇതിന്റെ പാരമ്പര്യമായിട്ടുള്ള ആൾക്ക് തൊഴിലല്ലേ. ഇതിപ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ ഈ ഒരു ഉണ്ടാക്കാൻ എത്ര വർഷം ടൈം എടുക്കും? ചെറുതൊക്കെ ഒരു കൊല്ലം, ഒരു മീഡിയം സൈസൊക്കെ ഒരു 1.5 കൊല്ലം, വലുത് 2 കൊല്ലം 2.5. എന്ത് മരം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്? അധികം ഉണ്ടാക്കുന്നല്ലേ. ഒരു ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോഴത്തെ ആധുനിക കാലത്ത് എത്ര പൈസയാവും അറിയോ? അറിയില്ല. അത് എന്തായാലും കോടികളാണെന്ന് ഉറപ്പല്ല. ഇത് ആരാണ് നിങ്ങളെ ഇതിന്റെ കസ്റ്റമർ? അറബികൾ എപ്പോഴും പോലും ഇത് വാങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ. അതായത് നമ്മൾ കോഴിക്കോട് ഒരു വികാരമാണ് ഈ ഒരു മലബാറിന്റെ ഒരു വികാരമാണ്. നമ്മൾ ഏത് വീട്ടിൽ പോയാലും ഇതിന്റെ ചെറിയ രൂപങ്ങൾ നമ്മളെ ഷോക്കേസ് കാണാം. അതുകൊണ്ട് ഇത് നിങ്ങൾ തലമുറകളായിട്ട് നിങ്ങൾ ചെയ്തു പോരുകയാണ്. ഇതാണ് നിങ്ങളുടെ തൊഴിൽ. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ കണക്കുകളൊക്കെ എങ്ങനെ? അതൊക്കെ ഒരു പഴമക്കാര് പറഞ്ഞു തന്നെയാണ്, അല്ലാതെ ഇതിപ്പോ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളെ തലച്ചോറുള്ള നിങ്ങളെപ്പോഴും പാരമ്പര്യമായിട്ട് നിങ്ങളെ പുതിയ തലമുറ കൈമാറിയിട്ടുണ്ടോ? പുതിയ തലമുറ ഇല്ല വരെ. പുതിയ തലമുറ ഇല്ല. അപ്പൊ നമ്മളത് അന്യം നിന്ന് പോകുമോ? നമുക്ക് പൈതൃകമായി കിട്ടിയ അങ്ങനെ ആകാൻ സാധ്യത അതുണ്ടല്ലേ. ഇത് ഞാൻ എനിക്കിപ്പോ 50 വയസ്സായി. ഇത്രയും കാലമായിട്ട് ജനിച്ചത് മുതൽ ഞാൻ കേൾക്കുന്നുണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ. ഇതൊന്ന് കാണാനുള്ള ആഗ്രഹം. ഞാൻ ഇവിടെ ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ട്, ഡിബാത്തൊക്കെ വന്നിട്ടുണ്ട്. യാദൃശ്യമായിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് ഗുരുവിനെ പറ്റിയിട്ട്. ഞാൻ ഇങ്ങനെ കമ്പനിയിലാണ് ജോലി ചെയ്തത്. എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു ഇത് കാണണം എടുക്കണം എന്നൊക്കെ. കണ്ടു. ഞാൻ എന്താ മനസ്സിലുള്ള അതിനെക്കാട്ടും എബുരാണ്. അത് യൂട്യൂബിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ തൃക്കുമായിട്ടുള്ള കലാപരിപാടി. ഇതൊക്കെ ഭയങ്കര തന്നെ. അത് നമുക്ക് പാരമ്പര്യമായിട്ട് പൈതൃകമായി കിട്ടിയ ഭയങ്കര സംഭവം തന്നെയല്ലേ. അപ്പൊ നിങ്ങളെ വിലപ്പെട്ട സമയം തന്നെ. എന്റെ പേര് സുധീഷ്, KL കാലിക്കറ്റ് ആണ് ചാനലിന്റെ പേര്, കാലിക്കറ്റ്.
അപ്പോൾ ഇവിടെയുള്ള എല്ലാ കാഴ്ചകളും ഉരു എന്താണ് ഉരു എന്നതെല്ലാം കണ്ട് മനസ്സിലാക്കി അതിനുശേഷം ഞാൻ താഴോട്ട് ഇറങ്ങിയാണ്. ഇതാ താഴ്ച ഉണ്ടോ, ഇവിടെ നമ്മൾ കുത്തനെ ഇറങ്ങണം. ഓക്കെ, ഇതിലാണ് ഉരുവിനെ നമ്മൾ നീറ്റിലിറക്കുക എന്നറിയാം. അതായത് വെള്ളം തൊടിയിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് കടലിലേക്ക് ഇറക്കുക എന്നൊക്കെ പറയുന്നത് ഇവിടുന്നാണ്. കയറ് പിടിച്ച് ഇങ്ങനെ ഇറങ്ങി വരിക കേട്ടോ. ഞാൻ മുകളിൽ കയറുമ്പോൾ കഷ്ടപ്പെട്ടാണ് കയറിയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കയറ് ഞാൻ പിടിച്ചില്ലായിരുന്നു. കയറിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. ശരി, പിള്ളേർ ചിലപ്പോൾ ഇവിടെ ആയിരിക്കാൻ മതിയോ. ഇതിൻ്റെ അടിഭാഗം കേട്ടോ, അത് വെള്ളത്തിലേക്ക് തൊടുന്ന ഭാഗമാണത്. ഒരു വലിയൊരു ഭീമ് പോലുള്ള മരമാണിത്. തേക്കാണ് പുറത്തുള്ളെല്ലാം തേക്കാന്ന് പറഞ്ഞത്. എന്താ വിജീഷ മാസ്ക് ഇട്ടേ? മാസ്ക് ഇട്ട എന്താണ്? കൊടിയോണ്ടല്ല, ഞാൻ വിചാരിച്ച ഇവിടെ കൊറോണ ഉണ്ടത്. അപ്പോൾ ഇത് ഇപ്പം രണ്ട് മോഡലാ. ഇതൊന്ന് ചെറുതൊന്ന് വലുതാ. ഇത് മൈക്ക് വെച്ചോളൂ, തൊട്ടടുത്ത് വെച്ചോളൂ. ഇത് സാംബൂക്ക് മോഡൽ എന്ന് പറയും. അത് ആ ഒരു ബൂം മോഡൽ. അത് ബൂം മോഡലല്ലേ? അത് വലുതാണ്. അത് കുറച്ച് വലുതാ. അത് ശരി. 100 ഫൂട്ടില്ല. 100 ഫൂട്ട്. ആ. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇത് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്. യാദൃശ്യമായിട്ട് ഞാൻ എൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കി കയറ്റി അയക്കുന്ന, ഇങ്ങനത്തെ ഉണ്ടാക്കി കയറ്റി അയക്കുന്നതാണ്. നമ്മൾ പൈതൃകമായി കിട്ടിയ സ്വത്താണിത്. ഇത് ഉണ്ടാക്കി കയറ്റി അയക്കുന്ന ഒരു കമ്പനിയിലാണെന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. ഞാൻ പുറത്തറിയിച്ചില്ലായിരുന്നു. അങ്ങനെ വിളിച്ച് സൂര്യക്കടാക്കരുത്, എന്നാ പോവുക അങ്ങനെ ഒന്ന് യാദൃശ്യമായി കിട്ടി. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഒത്തുചേരാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ബോട്ട് കയറി ഇവിടെ വരുന്ന രംഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ എനിക്ക് സങ്കടം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈതൃകമായി കിട്ടിയ ഈ ഒരു രീതി, ടെക്നോളജി അന്യം നിന്ന് പോകുകയെന്നാണ് പറഞ്ഞത്. പുതിയ തലമുറ ഇതിലേക്ക് വരുന്നില്ല. ഇത് ഒരുപാട് തൊഴിൽ കിട്ടുന്നുണ്ട് പുതിയ ആൾക്കാർക്ക്. പക്ഷെ ഇത് എന്താ പറയുക, നശിച്ചു പോകുകയെന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് കിട്ടിയ, 100 കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയ നമ്മളൊരു പൈതൃകമായ ഒരു കഴിവാണിത്. അത് നശിച്ചു പോകുന്നത്. ഒരുപാട് ആൾക്കാരെ ഇപ്പം ഇത് എഴുതി വെച്ചിട്ടില്ല. ഓരോരുത്തർ തലയിലാണുള്ളത് ഇതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞത്. ഇതിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവും ഇതിൻ്റെ പല ഭാഗങ്ങളും. പക്ഷെ അത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. അവരെ നമുക്ക് അംഗീകരിച്ച് വെക്കൂ. ഒരു അത്ഭുതം തന്നെയാണത് എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നത് വിജീഷ? ഞാൻ ഇവിടെ 18 കൊല്ലായി. 18 കൊല്ലായി. ഇതിൽ തന്നെ ഈ 18 കൊല്ലത്തിനടക്ക് എത്ര എണ്ണം കയറ്റി വെച്ചിട്ടുണ്ട്? ഇപ്പം 10 വലിയൊരു 10 വലിയൊരു കയറ്റി വെച്ചിട്ടുണ്ടല്ലേ? ഒക്കെ ഗൾഫിലേക്കാ പോകുന്നത്? ഒക്കെ പുറത്ത്. ഗൾഫിലോട്ട് പോകാൻ സാഹചര്യം കിട്ടിയിട്ടുണ്ടോ? യാത്ര പോകാൻ പോയില്ല. ഇവിടെ തന്നെ നല്ല പണിയുണ്ട്. ഈ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കുമ്പോൾ അതിന്റെ ചടങ്ങ് എന്തൊക്കെയാണ്? ഞാനത് മേശനോട് ചോദിക്കാൻ മറന്നു. വെള്ളത്തിലേക്ക് ഇറക്കുക പറഞ്ഞാല് ഒരു 2 മാസത്തെ പേപ്പർ വർക്ക് ഉണ്ട്. ഇതിന് പേപ്പർ വർക്ക് ഉണ്ടല്ലേ? പെർമിഷൻ വേണം പോർട്ടിന്ന്, കസ്റ്റംസിന് പെർമിഷൻ വേണം, പോർട്ടിന് പെർമിഷൻ വേണം. പിന്നെ സർവേ ഉണ്ട്. കംപ്ലീറ്റ് അതിന്റെ ഫിറ്റ്നസ് ഒക്കെ നോക്കൂല്ലേ? എല്ലാം നോക്കും. എല്ലാ പേപ്പറും റെഡി ആയാലും മാത്രമേ ഉള്ളൂ പെർമിഷൻ കിട്ടുക. നിനക്ക് ഒരുപാട് പേപ്പർ വർക്കുകൾ, ഇതിന് ഒരുപാട് ശ്രമകരമായ കാര്യങ്ങളുണ്ടല്ലേ? ഈ ഓഫീസ് വർക്കിലൊക്കെ നീ പോകാറുണ്ട്? എല്ലാത്തിനും പോകും. അപ്പോൾ ഇതൊക്കെ പുതിയ അറിവുകളാണ് എന്നെ സംബന്ധിച്ചിട്ട്. അത് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരികയാണ് ഇങ്ങേറിലൂടെ. ഇങ്ങനെ 18 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഓഫീസ് വർക്കുകളൊക്കെ ആയിട്ട്. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ, ബോട്ട് കയറി, ചെറിയൊരു ബോട്ട് കയറി ഇവിടെ വന്നാണല്ലേ? എല്ലാ എത്ര ആഴ്ച വരും നീ? എല്ലാ ആഴ്ച വരും. അത്യാവശ്യമാണെങ്കിൽ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരു ഐഡിയകളെല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉരുവിനെ പറ്റിയുള്ള ഇത് ഞങ്ങളെ കോഴിക്കോട്ടുകാരുടെ ഒരു അഭിമാനം, ഒരു അഹങ്കാരമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു നല്ലൊരു സാഹചര്യം ഒരുക്കി തന്നതിന് നന്ദി. ഓക്കെ, താങ്ക്സ്. ബൈ.